10 വർഷത്തിനുള്ളിൽ ഭാരതം പെട്രോൾ മുക്തമാകും. പെട്രോളും ഡീസലും ഒക്കെ ഉപേക്ഷിച്ച് ഇന്ത്യ പുതിയ വിപ്ലവത്തിന് വൻ പ്രഖ്യാപനവുമായി എത്തുകയാണ് കേന്ദ്ര ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരി. 2034ഓടെ പെട്രോൾ ഡീസൽ വാഹനങ്ങൾ നിരോധിക്കുന്നതിന് ഇന്ത്യ പ്രവർത്തിക്കുകയാണ് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ഹിമാചൽ പ്രദേശിലെ മാണ്ഡ്യയിലെ ഒരു പൊതുറാലിയിൽ അഭിസംബോധന ചെയ്ത് സംസാരിക്കവെയാണ് ഗഡ്കരി ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. ഡീസൽ പെട്രോൾ എഞ്ചിനുകൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന പരമ്പരാഗത വാഹനങ്ങൾക്കെതിരെ ഇലക്ട്രിക് വാഹനങ്ങളുടെ ആവശ്യകത അടിവരയിട്ട് നിരത്തിക്കൊണ്ടാണ് അദ്ദേഹം ഇത് വിശദീകരിക്കുന്നത്. 10 വർഷത്തിനുള്ളിൽ ഈ രാജ്യത്ത് നിന്നും ഡീസൽ പെട്രോൾ വാഹനങ്ങൾ ഇല്ലാതെയാക്കാൻ ആഗ്രഹിക്കുന്നു. ഇക്കാലത്ത് ഇലക്ട്രിക് സ്കൂട്ടറുകളും കാറും ബസ്സും അടക്കം വന്നു. നിങ്ങൾ 100 രൂപ ഡീസലിന് ചെലവഴിക്കുമ്പോൾ ഈ വാഹനങ്ങൾ വെറും 4 രൂപയുടെ വൈദ്യുതി മാത്രമാണ് ഉപയോഗിക്കുന്നത്. അതേസമയം രാജ്യത്തെ പെട്രോൾ വാഹനങ്ങൾ ഇല്ലാതാകുമെന്നും അതുവഴി പെട്രോൾ മുക്ത ഭാരതമായിരിക്കും യാഥാർത്ഥ്യമാകാൻ പോകുന്നത്. ഹരിത ഇന്ധനം ഉപയോഗിക്കുന്ന വാഹനങ്ങൾ നിരത്ത് കീഴടക്കുന്നതോടെ രാജ്യത്ത് നിന്നും പെട്രോൾ തന്നെ പാടെ അപ്രത്യക്ഷിതമാകുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അതുമാത്രമല്ല, മലിനീകരണമില്ലാത്ത ഗതാഗത സംവിധാനങ്ങൾ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് രാജ്യം മുന്നോട്ട് പോകുന്നത്. ഇതിനായി ഇലക്ട്രിക് CNG തുടങ്ങിയവ ഇന്ധനമായി ഉപയോഗിക്കുന്ന വാഹനങ്ങൾക്ക് പരമാവധി പ്രോത്സാഹനം നൽകുമെന്നും വരുന്ന 10 വർഷത്തിനുള്ളിൽ രാജ്യത്ത് ഉപയോഗിക്കുന്ന വാഹനങ്ങളിൽ പെട്രോളും ഡീസലും ആവശ്യമില്ലാതെ തന്നെ വരും. ഇതോടെ ഫോസിൽ ഫ്യൂവൽ, ഭൂമിക്കടിയിലെ മൃഗങ്ങളുടെയും മറ്റും ഫോസിലുകളിൽ നിന്നും ഉണ്ടാകുന്ന പെട്രോൾ, ഡീസൽ എന്നിവ നിരോധിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. പെട്രോളിന് പകരം മഹാരാഷ്ട്രയിലെ വിദർഭ ജില്ലയിൽ വാഹനങ്ങളിലടക്കം ഉപയോഗിച്ച ബയോ എത്തനോൾ പോലുള്ള ഇന്ധനങ്ങൾ ഉപയോഗിക്കാൻ കഴിയും. മാത്രമല്ല, ഗ്രീൻ ഹൈഡ്രജനെയും ഗഡ്കരി മുന്നോട്ട് വയ്ക്കുന്നു. ഭൂഗർഭജലത്തിൽ നിന്ന് നിർമ്മിക്കുന്ന ഗ്രീൻ ഹൈഡ്രജൻ കിലോയ്ക്ക് 70 രൂപ എന്ന നിരക്കിൽ വിൽക്കുമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. അതായത് നിലവിൽ ഒരു 5 വർഷം അല്ലെങ്കിൽ 10 വർഷം കഴിഞ്ഞാൽ പെട്രോളിന്റെ ഉപയോഗം രാജ്യത്തുണ്ടാകില്ല. അതിന് പിന്നാലെ ഫോസിൽ ഇന്ധനങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തുമെന്ന് തന്നെ അദ്ദേഹം വ്യക്തമാക്കുന്നു. ഭാവിയിൽ കർഷകർ ഭക്ഷണം മാത്രം തരുന്നവരായിരിക്കില്ല, ഊർജ്ജദാതാക്കൾ കൂടിയായിരിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: പൂർണ്ണ വിശ്വാസത്തോടെ 5 വർഷത്തിന് ശേഷം രാജ്യത്ത് നിന്നും പെട്രോൾ അപ്രത്യക്ഷിതമാകും. കാറുകളും സ്കൂട്ടറുകളും ഒന്നിൽ ഹരിത ഹൈഡ്രജൻ അല്ലെങ്കിൽ എത്തനോൾ ഫ്ലക്സ് ഇന്ധനം, CNG അഥവാ LNG എന്നിവയിലായിരിക്കും പ്രവർത്തിക്കുക എന്നാണ് വ്യക്തമാക്കുന്നത്. ഇതുകൂടാതെ ഇനി ട്രക്കുകളും കൂറ്റൻ കണ്ടെയ്നർ ലോറികളും എല്ലാം ഇലക്ട്രിക് എഞ്ചിനുകളാക്കി മാറ്റുകയാണ്. നിർണായകമായ പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ് അദ്ദേഹം. കൂടാതെ ഇന്ത്യ സമീപ ഭാവിയിൽ തന്നെ പെട്രോളിനോടും ഡീസലിനോടും വിട പറയും എന്ന് തന്നെ സൂചനകളും വന്നിരിക്കുന്നു. എഥനോൾ പോലുള്ള ബദൽ ഇന്ധന മാർഗങ്ങളിലേക്ക് മാറേണ്ടതിന്റെ ആവശ്യകത ചൂണ്ടിക്കാട്ടി കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ്. ട്രക്കും വൻ ലോറികളും ഇലക്ട്രിക് ആകുന്നതോടെ ഈ രംഗത്ത് ലോകത്തെ അമ്പരപ്പിക്കുന്ന കുതിച്ചുചാട്ടം തന്നെ ഇന്ത്യ നടത്തുമെന്നാണ് ഉറപ്പ്. കാർഷിക ഉപകരണങ്ങളിലും മറ്റും എഥനോൾ അവതരിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് കേന്ദ്രം ഇപ്പോൾ പുരോഗമിക്കുന്നത്. എനർജി പവർ സെക്ടറുകളുടെ ആവശ്യം നിറവേറ്റുന്നതിനായി 10 ലക്ഷം കോടി രൂപയുടെ പെട്രോളിയം ഉൽപ്പന്നങ്ങളാണ് രാജ്യം ഇറക്കുമതി ചെയ്യുന്നത്. അടുത്ത 5 വർഷത്തിനുള്ളിൽ ഇതേ ആവശ്യം 25 ലക്ഷം കോടിയായി ഉയരും. അത് രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രതയെ ബാധിക്കുമെന്നും നിതിൻ ഗഡ്കരി വ്യക്തമാക്കുന്നു. ഭാവിയിൽ നാം ബദൽ ഇന്ധന മാർഗങ്ങളിലേക്ക് മാറേണ്ട സാഹചര്യമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എഥനോളും മിഥനോളും വൈദ്യുതിയും എല്ലാമായിരിക്കും ഭാവിയിലെ ഇന്ധനങ്ങൾ. 3 വർഷം മുൻപ് വൈദ്യുത വാഹനങ്ങളെ കുറിച്ച് പറഞ്ഞിരുന്നപ്പോൾ എല്ലാവരും ചോദ്യശരങ്ങളുമായൊക്കെ എത്തിയിരുന്നു. ഇന്നിപ്പോൾ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് ആവശ്യക്കാരേറെയായി. ആളുകൾ അവയ്ക്കായി തന്നെ കാത്തു നിൽക്കുന്നു. ആദ്യം ഇലക്ട്രിക് സ്കൂട്ടറുകളും കാറുകളും ബസ്സുകളും ഒക്കെ വന്നു, വിപണി കീഴടക്കി. ഇനി ഇലക്ട്രിക് കാറുകളും ട്രക്കുകളും എല്ലാം അവതരിപ്പിക്കപ്പെടും. ഉടൻ തന്നെ അവയെല്ലാം രാജ്യത്ത് ആരംഭിക്കുമെന്ന് തന്നെയാണ് കേന്ദ്രമന്ത്രി അറിയിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.